ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജീഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് കുറുമയാണ്. ആഗോലി ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുറുമ തയ്യാറാക്കുന്നത്. ദശക്കട്ടിയുള്ള ഏത് ഫിഷ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം നിങ്ങൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു 3 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾ ഫിഷ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ചു വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഫിഷിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 കാഷ്യൂ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് ഫെനൽ സീഡ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്ക് 5 മിനിറ്റ് ആയിട്ട് ഫിഷ് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഫിഷ് കുറുമയ്ക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.